ഈ വെള്ളേരി ഇനിയും ഇവിടെ വെച്ചാൽ കേടായി പോട്ടോ. കാരണം വെച്ചാല് ഞാൻ ഒരാഴ്ച മുന്നേ വാങ്ങി പകുതി ഞാൻ കറി വെച്ചു. ഇന്ന് നമുക്ക് വെള്ളേരിയും പരിപ്പും പിന്നെ അതിലേക്ക് തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറി ഉണ്ടല്ലോ, അത് എല്ലാവർക്കും അറിയാനൊക്കെ പറ്റും. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ആദ്യം നമുക്ക് ഇതിന്റെ തോലൊക്കെ ഒന്ന് പോക്കിയിട്ട് സെറ്റ് ആക്കി എടുക്കാം. ഞാൻ ഈ കറിക്ക് എടുത്തത് ഒരു തക്കാളി, എരിവിന് പാകത്തിലുള്ള ഒരു 4 പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ നമ്മളെ വെള്ളേരി, പിന്നെ നമുക്ക് കുറച്ച് പരിപ്പ് എടുക്കണം. ഇനി നമുക്ക് വെള്ളേരിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സെറ്റായി. ഇനി ആവശ്യത്തിനുള്ള പരിപ്പ് കുക്കറിലേക്ക് ഇടുക. കുറേ പരിപ്പ് വേണ്ടിട്ട് നമുക്ക് കുറച്ച് മതിയല്ലോ. പരിപ്പൊന്ന് നല്ലോണം കഴുകിയെടുക്കാം. ഇനി നമ്മൾ കുക്കറിലേക്ക് നമ്മൾ കട്ട് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കുക. പൊടിയായിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മാത്രം മതി കേട്ടോ, വേറെ ഒന്നും വേണ്ട. പിന്നെ വെള്ളം, ഉപ്പ് ഒന്ന് പാകത്തിനാക്കി ഇട്ട് കൊടുക്കുക. വെള്ളവും മഞ്ഞൾപ്പൊടിയൊന്നും ഒരുപാട് ഇടണ്ട, കറി കൊളായി പോകും. ഈ ഒരു പരുവം മതി. ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെക്കുക. ഒരു 3 വിസിൽ മതിയാവും, കാരണം വെള്ളേരി ഒന്ന് വെന്ത് വരണമല്ലോ. കറി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ചെറിയൊരു പണി കൂടി ബാക്കിയുണ്ട്. പാകത്തിലുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയത് ഒരു 4-5 ചെറിയുള്ളി മാത്രം മതി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക, നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് കറി ഒന്ന് വെന്തിക്കണമെന്ന് നോക്കാം. ആഹാ, നല്ല ഉഷാറായിട്ട് വെന്തിക്കണമല്ലോ. ഇനി നമുക്കിതൊന്ന് ഒടിച്ചെടുക്കണം. കയ്യിലോണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ തന്നെ ഒടിഞ്ഞു വരും കേട്ടോ, കാരണം വെള്ളേരി നല്ലോണം വെന്തിക്കണം. അരച്ച് വെച്ച് തേങ്ങ ഒഴിച്ചെടുക്കാം. തേങ്ങ അധികമായി പോകരുത് കേട്ടോ, കറിൻ്റെ രസം പോയി പോകും. പാകത്തിലുള്ള തേങ്ങ ആയി കിട്ടിയാൽ സംഭവം നല്ല രസമാണ് കറിക്ക്. ഇനി നമുക്ക് കറി ഒന്ന് വറവിട്ടെടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് മതി. ആദ്യം കടുക്, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില നിർബന്ധം കേട്ടോ. കറിവേപ്പില അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല കറിക്ക്. എന്നിട്ട് കറി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം നമുക്ക്. എങ്ങനെയുണ്ട് നമ്മളെ കറി? അടിപൊളിയില്ലേ? ഇനി നമുക്കൊരു ഓംപ്ലേറ്റ് കൂടി ഉണ്ടാക്കാം. സവാള ചെറുതാക്കി കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില ചെറിയ പീസാക്കി കട്ട് ചെയ്തത്, പാകത്തിനുള്ള ഉപ്പ്, എന്നിട്ട് നല്ലോണം അടിച്ചെടുക്കുക. ഇനി നമുക്ക് കുറച്ച് ചോറിലേക്ക് ഒഴിച്ചെടുക്കുക. നല്ല ചൂടാട്ടോ. അപ്പോൾ ഇവിടെ അതിനെക്കൊണ്ട് കിച്ചണിലൊന്നും കുറേ സമയം നിൽക്കാൻ തന്നെ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ചോറ് തിന്നട്ടോ. ഒരു കഷ്ണം മുട്ടയും